ശുദ്ധഹാസ്യങ്ങൾ പറയും. കണ്ണാപ്പിയാണേലും ഇവനാണേലും നല്ല കിടിലൻ കോമഡികൾ. അതായത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര സന്തോഷത്തോടെ ഇരിക്കുവാണെങ്കിൽ തന്നെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മൈൻഡ് ഫക്ക് ആവുന്ന ആ ഒരു ടൈപ്പിലുള്ള കിടിലും കുറെ കോമഡികൾ പറയും. രഘുലും ഇത് ഈ കണ്ണാപ്പിയൊക്കെ ഇതിനൊക്കെ ഒരേ അച്ചിൽ വാർത്തതാണ്. അപ്പൊ നമുക്ക് ഡിസ്കോ ട്രോൾസിലോട്ട് നോക്കാം. Gaming industry. A major World Cup has just wrapped up in Saudi Arabia. Not a football or hockey World Cup. This was a gaming World Cup. That's right, a World Cup for e-sports. And before you dismiss it as a gimmick, listen to the numbers. The tournament had 21 gaming events, more than 1,500 players, more than 200 gaming clubs, nearly 500 million viewers, and $60 million in prize money. 60 മില്യൺ പ്രൈസ് പൂൾ, $60 മില്യൺ. ഗൈസ്, $60 മില്യൺ എന്ന് പറയുമ്പം $60 million USD in rupees. Unit 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore. 500 കോടി. 50 CR. 500 കോടി, 50 CR. Oh, sorry, 500 കോടി. CR. Wow. 500 കോടി. 500 കോടി 38 ലക്ഷത്തി അല്ല 500 കോടി 38 ഇല്ല ഇല്ലേ? എടാ 500, നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. 500 കോടി പ്രൈസ് പൂൾ, 500 കോടി പ്രൈസ് പൂൾ ഉള്ള ഒരു ഇവന്റ്. 503 കോടി. അതാണ് 503 കോടി 81 ലക്ഷം. ഇനിയും ഗെയിമിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേറെ ലെവലിലാണല്ലേ? നോക്ക് ഇത്. The Wimbledon prize pool is $66 million. The Cricket World Cup had $10 million and esports had 60 million. It tells you how big this industry is. ബ്രോ, ഞാൻ മറ്റേ എൻ്റെ ഇന്റർവ്യൂവിനകത്ത് ഈ പറയണത് പോലെ ഇതിന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ഇതിനെ പറ്റിയും സംസാരിച്ചായിരുന്നു. ലൈക്ക് മോർ ദാൻ എ ഫിലിം, മോർ ദാൻ നമ്മുടെ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിയെക്കാളിലൊക്കെ മുകളിലേക്ക് വരുമെന്ന്. അത് പറഞ്ഞതിന് എന്തോരോ ആൾക്കാർ ഒഫൻസീവ് ആയെന്നറിയാവോ ഗൈസ്? സത്യം പറഞ്ഞാൽ ഞാൻ ഗെയിമിംഗ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ ഇത് പറയണേ ഗൈസ്. നിങ്ങൾക്കും കൂടെ നാളെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനാ. കുറെ കാര്യങ്ങൾ നമ്മൾ തെള്ളിക്കളഞ്ഞ സാധനങ്ങൾക്ക് ഇപ്പൊ വാല്യൂ ഉണ്ട്. കുറെ ബിറ്റ്കോയിൻ എക്സാമ്പിൾ പറയാം. തെള്ളിക്കളഞ്ഞ സാധനങ്ങൾക്ക് വാല്യൂ ഉണ്ട്. അപ്പം അങ്ങനെ ഇനി ഒരു ബിറ്റ്കോയിൻ പോലൊരു സാധനം നമ്മുടെ ജീവിതത്തിൽ നാളെ റിഗ്രറ്റ് ചെയ്യേണ്ട വരരുത്. ലൈക്ക് നിങ്ങൾ ഇഫ് യു ആർ ബീങ് എ പേരന്റ് ആണെങ്കിൽ പോലും മക്കൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മക്കളാണെങ്കിലും സ്പോർട്സിലും അങ്ങനെയൊക്കെ ഇറങ്ങുമ്പം ഈ സമയത്ത് ജസ്റ്റ് അവരെയും കൂടെ ഇതിനകത്തൊരു ഒരു മിനിമൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കും. അത്രയും മാത്രമേ എൻ്റെ റിക്വസ്റ്റ് ഉള്ളൂ. ലൈക്ക് ഗെയിം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട, എല്ലാം വേണം കൂടെ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും മോഹൻലാലും മമ്മൂട്ടി ആവുന്നില്ല, സിനിമയുടെ പുറകെ നടക്കുന്ന എല്ലാവരും അതുപോലെ ഉള്ളായിരിക്കും ഇതിനകത്തും. നിങ്ങളൊരു ഗീവ് ഇറ്റ് എ ട്രൈ. ആൻഡ് ഈ ഒരു ഇൻഡസ്ട്രി ഞാൻ പറയാൻ ഭയങ്കര ലെവലിലോട്ട് മാറാൻ പോവുകയാണ്. ആൻഡ് ഇവിടെ അബുദാബിയിൽ 2,500 കോടിയുടെ ഇ സ്പോർട്സ് ഐലൻഡാണ് വരാൻ പോണേ. ഐലൻഡ് അല്ലടാ, ഐലൻഡ്. അതായത് ഒരു ദ്വീപ്, ഒരു ദ്വീപ് മൊത്തത്തിൽ അവരെടുത്തിട്ട് അതൊരു ഇ സ്പോർട്സ് ഐലൻഡ് ആക്കാൻ പോവാണ്. 2,500 CR പ്രൊജക്റ്റാ. 2,500 കോടി രൂപയുടെ പ്രൊജക്ട് അബുദാബിയിൽ വരാൻ പോവാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിന്ന്. അപ്പം ലൈക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് അവര് ഓൾ ഓവർ ദ വേൾഡിൽ നിന്ന് ക്രിയേറ്റേഴ്സിനെയും ഇ സ്പോർട്സ് പ്ലേയേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ കളിക്കാണ്. നിങ്ങൾ ഒരു കാര്യം, ഒരു മിനിറ്റ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഈ സംഭവം സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാം, ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാം. ഏതെങ്കിലും ഫ്യൂച്ചറുള്ള ഗെയിമുകൾ ഗ്രൈൻഡ് ചെയ്യുക. ഞാൻ പറയണത് നിങ്ങളോട് BGMI മാത്രം കളിക്കാനൊന്നും അല്ല കേട്ടോ. ഡോട്ടയൊക്കെ ഉണ്ട് ഗൈസ്. ഡോട്ടയൊക്കെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആ കഴിവുണ്ടാവും. ഡോട്ടയുടെ ഒക്കെ പ്രൈസ് പൂളൊക്കെ എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഡോട്ടയുടെ പ്രൈസ് പൂള് ഞാൻ ജസ്റ്റ് ഡോട്ട പ്രൈസ് പൂൾ 2024 $2.6 മില്യൺ, $2.6 മില്യൺ ഇൻ INR എന്ന് പറയുമ്പോൾ
യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore. 20 കോടി. 20 കോടി. ഡോട്ട, ഈ ഫുട്ബോള്, ഞാൻ പറയാം കുറേ ഗെയിംസ് ഉണ്ട്, കുറേ. നിങ്ങൾ ഇതൊക്കെ ഗീവ് ഇറ്റ് എ ട്രൈ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ, ഹിഡൻ കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഇത് നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ ഇത് മനസ്സിലാവും. പക്ഷേ ഇത് ഫിലിം ബാക്കിയുള്ള ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഉന്നതമായിട്ട് നിൽക്കുന്നവർക്കും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അത് ഒഫെൻസീവായിട്ട് തോന്നും. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ബട്ട് സ്റ്റിൽ വേറെ ഇതൊന്നും നിങ്ങൾ ഇത് മുമ്പോട്ട് തന്നെ നോക്കുക കേട്ടാ. കുറേ ഉണ്ട്, കുറേ. ഇന്ത്യയിൽ വേറെ ലെവലിലാവാൻ പോകുന്നില്ലേ? അത് കഴിഞ്ഞ അടുത്ത ട്രോള് നോക്കുമല്ലേടാ. ഓ ശരി ശരി. ഇവിടുത്തെ 15 വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. ഇപ്പൊ ശരിയാക്കി തരാൻ കഴിയും. ഓടുന്നുണ്ടേ പുള്ളിയുടെ അഭിപ്രായത്തില് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലെ മറ്റേ നല്ല പിള്ളേരെന്നാണ്. മറ്റേ മേക്കപ്പ് ഇടുക, മറ്റേ ഫൗണ്ടേഷന്, മറ്റേ സാരി ഉടുത്ത് നടക്കുക. ബ്രോ ലൈക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ഇത് വന്ന് പറയുന്നതെങ്കിൽ ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. തലതെറിച്ച പിള്ളേരാണ് എന്നുള്ള രീതിയിൽ ഒക്കെ പറയുന്നത് ഞാൻ റെഡിയാണ്. പക്ഷെ ഈ മറ്റേ എടാ ഞാൻ ഇവിടെ സംസാരിക്കട്ടെ രഘുലേ, ഇന്നലെ പറഞ്ഞല്ലേ നിന്നോട്. ഇത് എന്തൊരു കഷ്ടം. എന്നാലും ഒരു റിപ്ലൈ വേണ്ട. ഞാൻ ഇന്നും ഡിസ്കോ ട്രോൾസ് നോക്കുമ്പോൾ റിപ്ലൈ നോക്കിയാണ്. ഞാൻ ആൾക്കാരുടെ മൂളൊക്കെ കേൾക്കും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇപ്പൊ 8,000 പേര് ഇരുന്ന് മൂളുന്നത്. ഞാനിങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഇല്ല ഇല്ല അവരെ അങ്ങനെ തന്നെ ഇത്ര നാൾ നോക്കി. ഞാൻ അങ്ങനെ നോക്കിക്കോളാം. അവന്റെ മൂള കൺവിൻസിംഗ് സ്റ്റാർ. ശരി ശരി. കൺവിൻസ് ആയത്. Many months later. നീ എന്നെ വെറുക്കരുത്. അല്ലെ കുളിച്ചീന് വാ. പാനി കൊന്നീകളെ. ഇങ്ങനത്തെ റോള് മാത്രമേ ചെയ്യുള്ളൂ. ശ്രദ്ധിച്ചാ മതി. പുള്ളിയുടെ എല്ലാത്തിനകത്തും ഇത് തന്നെയാണ്. പുള്ളി പറഞ്ഞു. എടാ രഘുലേ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ആളിയാ. ഒന്ന് ചില്ലാവടാ നീ ഒന്ന് പ്ലീസ്. എന്റെ ഇതാരാണ് ഹോസ്റ്റ് ചെയ്തേ? ഇവ ഹോസ്റ്റ് ചെയ്താ ബാബു. താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്ററാ ബാബു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇവന്റെ വാ അടങ്ങിയിരിക്കൂല്ല. ഇവൻ ഇത് തന്നെ പണി. നിനക്കൊന്നും മിണ്ടായിരിക്കോ കുറച്ചു നേരം? അളിയ ഞാൻ ഷോക്ക് അളിയ അത് കൊന്നപ്പോ. ആണോ? ഷോക്ക് മാറിയോ? അന്ന മിണ്ടാതിരിക്കും. ഷോക്ക് മാറിയെങ്കില് കിക്ക്. രഘുലിന്റെ സൗണ്ട് കുറയ്ക്കും. സത്യത്തിൽ ഇവന്റെ സൗണ്ട് കുറയ്ക്കട്ടെ. ഇരുന്ന് ഇടയ്ക്ക് കയറി ഇരുന്ന് ഡയലോഗ് അടിയാണ് ഇവന്റെ മെയിൻ. 118 കുറച്ച് വെച്ച്. ഗൈസ് ഈ ഇടുന്ന നിർത്തുവോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പ്ലീസ് നമുക്ക് അത് കമന്റ് നോക്കുമ്പോ തന്നെ ഒരു അരോചകം. സത്യം പറയാലോ, അരോചകം അരോചകം അരോചകം. കമന്റ് ഇടുന്ന നിർത്ത്. ഇനി ഇമ്മിടുന്നവന്മാരുടെയൊക്കെ സാധനം മുറിഞ്ഞ് രണ്ടായിട്ട് റോഡിൽ ഇങ്ങനെ നടന്ന് പൊളക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ തെറിച്ചു പോണം.
अरे प्ले वाह बेकार है, चूतिया बनाने का धंधा है। बहुत ही बेकार मैच हुआ, प्रेशर नहीं झेल सकती, लेकिन अंदर से मन ഇന്ത്യ അറിയാവുന്ന എക്സ്പ്ലെയിൻ ചെയ്ത താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ കമന്റ്. പൊളി ഗെയിം ആണെന്ന ഫുൾ സപ്പോർട്ട്. എടാ സത്യം പറയാലോ, ഞാൻ ഇവന്റെ കമന്റ് കണ്ടിട്ട് ഈ കളി കളിക്കാൻ പോണേ. സത്യമായിട്ട് ഞാൻ ഇവന്റെ കമന്റ് കണ്ടിട്ടാണ്, ഇവന്റെ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇത് കളിക്കാൻ പോണേ. ആൻഡ് FT Gamer 84 ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സജഷൻ. ബ്രോയുടെ സജഷൻ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുവാണ്. ആണാ ചന്ദ്രബോസ് അസ് എ റാൻഡം ഗുണ്ട ഇൻ ഇന്ത്യൻ കാർട്ടൂൺ. സത്യല്ലേ? അതുപോലെ ഇരിക്കണത് ചന്ദ്ര കേസ് പറ. എന്നെ ഗുണ്ടായിട്ട് ചിത്രീകരിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റേ എടാ നിന്റെ കുറെ കേസ് പറ ചന്ദ്ര. എടാ അതുപോലെ ഇരിക്കണത് നോക്ക്. ചെറിയ ലുക്ക് ഉണ്ട് കേട്ടോ. മോം റോക്ക്ഡ് സൺ ഷോ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ ശല്യം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. ഏക്കത്തില്ലെന്ന് തോന്നുന്നു ഇല്ല വെച്ചാ. ഇതിനെ മയക്കുവെടിയൊന്നും ഏക്കത്തില്ല. ആഹാ, നാട്ടിലിറങ്ങിയ കാട്ടുപോത്തിന്റെ പടവും ഉണ്ടല്ലോ. കുറച്ചുകൂടെ ഒന്ന് പൊക്കിക്കേ. കറക്റ്റ്, ഇത് കാട്ടുപോത്തല്ല, കാട്ടുപന്നി. ഇതെങ്ങാണ്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കിയതാ. ഇങ്ങനൊരു കാട്ടുപന്നി എങ്ങും കണ്ടിട്ടില്ല. ഒരു കാട്ടുപോത്ത് കടയാടി മോനെ. ഇജാതി തഗ്ഗൊക്കെ എന്റെ അമ്മോ, അമ്മ വിഷയം തഗ് കേട്ടാ. അണ്ണു പോയി മെയ്ബോൺ ഇന്ന ലൈഫിൽ ജോക്ക് ചെയ്ത് നമ്മളോട് കോണ്ടാക്ട് ഇല്ലാതായാലും എന്തായാലും എത്ര നാൾ വരെ RP കളിക്കുന്നുണ്ടോ അന്ന് വരെ ഈ ജോക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഞങ്ങൾ TV കൊടുക്കുന്ന ഹൈറാർക്കി വേറെ ലെവലിലായിരിക്കും. അത് ഒരു തുള്ളി പോലും കുറയില്ല. അതേ ഉറപ്പ് പറയാം. നമ്മൾ എത്ര നാൾ RP കളിക്കുന്നോ അത്രയും നാള് TVയുടെ RPക്ക് ജോക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ക്യാരക്ടർ പവർ എപ്പോഴും മുകളിലായിരിക്കും. അത് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട അതിന്. അത് ഞാൻ ഇപ്പോഴും പറയാം. ശരത്തേടെ ഗെയിമിംഗ് ഫീൽഡ് വിട്ട് ആളിപ്പോൾ ഗെയിമിലൊന്നും ആക്റ്റീവ് അല്ല ബ്രോ, ഒന്നിലും ആക്റ്റീവ് അല്ല. അതാണ് മെയിനായിട്ടുള്ളൊരു സീൻ, വരാത്തതിൻ്റെ ഒരു പ്രശ്നം. സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കോഡ് ആക്സസ് ഇല്ലേ? ഉണ്ടല്ലോ. ഇതാ ഇവിടെ ഇഷ്ടം പോലെ VC ഉണ്ട്, ജനറൽ VC ഉണ്ട്. നിങ്ങൾ ഈ VC ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക ഗൈസ്. ജനറൽ VCയിൽ വന്നൊക്കെ ഇരുന്ന് ആൾക്കാരോടൊക്കെ സംസാരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? നിങ്ങളിതാ ഇവിടെ ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് എത്ര മെമ്പേഴ്സായി? മെമ്പേഴ്സ് എങ്ങനെയാണ് അറിയുന്നത്? നോക്കാം. നിങ്ങളിതാ ഈ ജനറൽ VCയിലൊക്കെ ആൾക്കാരായിട്ടൊക്കെ വന്ന് സംസാരിക്കാനൊന്നും ആളില്ലാത്തവരൊക്കെ വന്നിരിക്കുക. ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് അവരോടൊക്കെ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതിനോടൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും നിങ്ങളിതൊക്കെ. ഡിസ്കോഡ് യൂസ് ആക്കാൻ അറിയില്ല, യൂസ് ആക്കാൻ ഒന്നുമില്ല ബ്രോ. പ്ലേ സ്റ്റോറിലും എല്ലാത്തിലും ഉണ്ട്. ഡിസ്കോഡ് ഡൗൺലോഡ് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെർവേഴ്സ് കാണിക്കുക, സെർവറിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെമ്പേഴ്സ് 76,502 മെമ്പേഴ്സ്. എടാ അത്രയും മെമ്പേഴ്സ് ഉണ്ടോ നമുക്ക് ഡിസ്കോഡില്? എടാ ഞാനത് ഇപ്പോഴാ കാണുന്നേ. 76,000 പേരുണ്ടോ? 76,000 പേര് നമ്മുടെ ഡിസ്കോഡിലുണ്ട്. തള്ളയെ ഞാനത് ഇപ്പോഴാ കാണുന്ന കേട്ടാ. എന്റെ പൊന്നോ, 100K ലോഡിങ്. സോറി ഫോർ ആസ്കിങ് ജോക്കി എന്താ വരാത്തെ ബ്രോ? ഞാൻ പറഞ്ഞില്ല ആ ഓർഗിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഓർഗൊക്കെ ഇതായി മറ്റേ ഇതൊക്കെ ആയി പോയിക്കൊണ്ടിരുന്ന സമയത്ത്
അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലൊക്കെ ആണെന്നാണ് തോന്നുന്നത്. അല്ലാതെ എന്താ ഗെയിം കളിക്കാനുള്ള ഒരു സാഹചര്യമോ സിറ്റുവേഷനോ ഒന്നും അവർക്ക് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അവർ ബിസിനസ്സിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെയൊക്കെ പുറകില്ല, അതുകൊണ്ടാണ് വരാത്തത്. ലിങ്ക് ബ്രോ, ലിങ്ക് വെറുതെ ഗൂഗിളിൽ ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി, വരും. ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് കണ്ട, ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരും ഈഗിൾ ഗെയിമിംഗ് ഡിസ്കോഡ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നേരെ നമ്മുടെ സെർവർ ഓപ്പണിംഗ് ആപ്പ് കണ്ടിന്യൂ ടു ഡിസ്കോഡ്. അപ്പോൾ നിങ്ങളുടെ ലോഗിൻ ഐ ഡി ചോദിക്കും, അപ്പോൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അവിടെ ലോഗിൻ ചെയ്ത് കൊടുത്താൽ ഒന്ന് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ID പാസ്വേഡ് അടിച്ചാൽ നേരെ ഡിസ്കോഡിലോട്ട് വരും. അത്രേ ഉള്ളു പരിപാടി. ഇപ്പൊ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് വരും. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ എല്ലാം ഇവിടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, വൈറ്റി ട്രോൾസ് എവിടെ? ഇതെന്താ? സത്യം പറഞ്ഞ ആ പാട്ട് ഇറങ്ങിയതിന് ഇത് വേറെന്തോ സാധനമാണ്. സത്യം പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഈ സർക്കസ് ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം തോന്നി ഈ മരണക്കിണറിന് ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടിയതല്ലേ? മനസ്സിലായി, നോക്കട്ടെ സാധനം നോക്കട്ടെ. ഒന്നില്ല എന്റെ ശോകം കേക്ക് കട്ടിലിമ്മ കിടക്കാണ് കുമ്പടഞ്ഞൊരാള് വീട്ടിൽ വാഴ ജോലിയില്ല താഴ പട്ടിഷോയ മുന്നിലുള്ള എന്റെ നാട്ടുകാഴ സിസ്റ്റം പോഴ അപ്പൂപ്പന്റെ ശാപ ആളു കൂടും നേരത്തീവനു കിട്ടും പൈസ കാലി പൈസ കാശിനാക ചായ്ച്ച ഫാദറിന്റെ ചെലവിന് മാമുണ്ണുന്ന മുത്ത ഇവൻ അടിമുടി ചവള. ഫാദറിന്റെ ചെലവില് മാമുണ്ണുന്ന മുത്താന്ന് എന്ത് ലിറിക്സ് ആണ്? കൂടി പണിയറിഞ്ഞൊരു മകന പല ഇടങ്ങളിൽ അലഞ്ഞത് തൊഴില റഷനരിയില്ല ഗെട്ടിയില്ല മണിയ ചുണ്ട പിടിച്ചതിലിരിക്കുന്ന അളിയ. പുള്ളിയുടെ കംബാക്ക് അൺയൂഷ്വൽ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ഈഗിൾ ഗെയിമിംഗ്. എനിക്കും വന്നായിരുന്നു. അത് സെർവർ ആരെ കൊണ്ടുപോയി. അത് അണ്ണന്റെ QR കൊണ്ടുപോയി. സെക്യൂരിറ്റി ആക്ഷൻ ലൈവിലൊന്നും കാണിക്കല്ലേ അണ്ണാ, ഇനി അതും കൊണ്ടുപോകും. 2 മണിക്കൂർ കഴിഞ്ഞാ കൊണ്ടുപോകും. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാ മതി. ലൈവ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. സർവർ ഹാക്ക് ചെയ്താ അണ്ണാ അത് സീനില്ല അത് ആൾക്കാർ കേറുന്നതിന്റെ ആണോ? എല്ലാരും കൂടെ ഒറ്റയടിക്ക് കേറുന്ന ആണല്ലേ? ഉറപ്പാണേ? ഉറപ്പുറപ്പ് QR കിട്ടിയത് കുഴപ്പമില്ല. ഓക്കെ. എടാ നിങ്ങൾ ജനറൽ വിസിയിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ലൈവ് ഞാൻ വേണം നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാനൽസ് ഉണ്ടാക്കി തരാം. അപ്പൊ ജനറൽ വിസിയിലൊക്കെ PC ഒക്കെ ഉള്ളവർ നേരെ വന്നിരുന്ന് നമ്മൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് സ്ട്രീമൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാവർക്കും VC-യിലിരുന്ന് കാണാം. കിക്ക് ലോഡാവാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ജനറൽ VC-യിൽ ആരെങ്കിലും ലൈവ് ഇട്ട് കൊടുത്താൽ അവരവിടെ നിന്ന് കണ്ടോളും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കെല്ലാം അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യും നിങ്ങൾ. ട്രോൾസ് Hello Eagle, thank you for accepting the challenge. I have seen you defeating Erlang in BMW and I wondered how you glitched the game in making Erlang not enter his 4th phase. It's really rare to see such soul-like talent from a player. It's why I know what you can complete this. And also when you are buying Elden Ring, try to buy this DLC, Shadow of Erdtree. Also otherwise there is no point. Okay. Bro, ഞാൻ എർലാങ്ങിന്റെ 4th phase എങ്ങനെയാണ് സ്കിപ്പ് ചെയ്തതെന്ന് ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. എർലാങ് 4th phase-ലോട്ട് പോവാൻ നേരം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്ലൗഡ് ഇട്ട് നേരെ ക്ലോസിൽ പോയി ഒരു അടി കൊടുക്കും. ആ അടിയിൽ എർലാങ്ങിന്റെ 4th phase പോകുന്ന ആനിമേഷൻ സ്ലോ ഡൗൺ ആവും. ഓൺ ദ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇമ്മൊബിലൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് 4th phase-ലോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തത് ആ 4th phase-ലോട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത്. ഞാൻ പിന്നീട് ഗെയിം കണ്ടപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായത് സത്യം പറഞ്ഞ.
Oh, this is impossible! What's wrong over here? The new Elden Ring DLC is way too hard. What? Yeah, they made the game like 1,000,000 times harder and now it's impossible to beat. We're talking about Elden Ring, right? Yeah, the game made from Software, the same people who made Dark Souls, Bloodborne, and Sekiro. That's right. All of which, including Elden Ring, are known... Elden Ring പ്രോപ്പർ സോൾ ലൈക്ക് ഗെയിം ആണോ? ഇതാണോ നമ്മൾ ഈ എൻ്റെ അടുത്ത് കുറെ പേര് ബ്ലാക്ക് മിത്ത് നോക്കുക ഒരു പ്രോപ്പർ സോൾ ലൈക്ക് ഗെയിം അല്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഇത് പ്രോപ്പർ സോൾ ലൈക്ക് ഗെയിം ആണോ? To be difficult games. That is what they're known for. So isn't the game being hard kind of the point? Well, yes, and I understand, but the DLC is just so much harder than the base game. Isn't it always like that? What? Yeah, isn't the DLC always like a whole new... ഓക്കെ, ഈ DLC ട്രൈ ചെയ്ത് നോക്കാം ബ്രോ, ഈ DLC ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൽഡൻ റിംഗ് അല്ലാതെ ഒരു സോൾ ലൈക്ക് ഗെയിം എന്ന് പറയാൻ വേറെ ഏതാ ഉള്ളത്? ഗോഡ് ഓഫ് വാർ ആണോ? അതൊന്ന് പറയോ, പറഞ്ഞു തരുമോ? സെക്കിറോ ഓക്കെ നോക്കാം. ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ടോ ബ്രോ? ഈ ഓച്ചിറ അമ്പലത്തിലല്ലേ മറ്റേ കാള അല്ലേ? ഹൈറ്റാണോ അതിന്? എടാ നമ്മുടെ അവിടെ അമ്പലത്തിൽ ഇത് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇത്ര ഹൈറ്റ് ഇല്ല. ഇതെന്തൊരു സൈസ് ഇത്? ഇതെങ്ങനെ റോഡിൽ കൂടെ കൊണ്ടുപോകും? രഥം പോലെ ഇതെങ്ങനെ റോഡിൽ കൂടെ കൊണ്ടുപോകും? എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇത് അനങ്ങാതെ ഒരിടത്ത് ഇരിക്കത്തേ ഉള്ളന്നാടാ. ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന്റെ അടിയിൽ വീല് വെക്കണുണ്ടല്ലോ, കൊണ്ടുപോകും. ഇത്രയും വലുത് റോഡിൽ കൂടെ മറ്റേ ഇലക്ട്രിക് കമ്പിയിലൊന്നും അടിക്കൂലേ? ഇതിനേക്കാളും വലുതാണ് ചട്ടികുളങ്ങര കൊണ്ടുപോണത്. ആണോ? ഇതിനേക്കാളും വലുത് കൊണ്ടുപോകുന്നു. അല്ല, അമ്പലത്തിൽ കൊണ്ടുവരും. 72 അടി ഉണ്ടെന്ന്. എന്റെ അമ്മോ. Some of us began watching RP after this. ഭാര്യക്ക് വീട് വേണോ, ഇവന് മറ്റേ കമ്പനി വേണോ എന്ന് പറഞ്ഞ് തർക്കം. ഇത് എന്തൊരു സാധനമായിരുന്നല്ലേ ഇത്? എന്തെങ്കിലും അണ്ടി കയറിട്ട് അടിക്കും. This scene turned us into fans. അവന്റെ കാർ സാൻഡി എന്ന് പറഞ്ഞ എവിടെയാ? ബാങ്ക് എങ്ങനെ ഇരിക്കും കാണാൻ? ഞാൻ 2 ഹോൺ അടിക്കുമ്പോ വണ്ടി കയറിയത്, വണ്ടി കുലുങ്ങോ നോക്കാം. ഇതാരാ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? തുടക്കം കണ്ടപ്പോ ഞാൻ തേങ്ങാ കഥയാണെന്നാ വിശ്വസിച്ചേട്ടാ. ഇപ്പൊ ഞാൻ ഇപ്പൊ ലൈവ് ഇടുന്നതിനൊരു 2 മിനിറ്റ് മുമ്പ് എന്റെ അടുത്ത് വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്റെ ലാസ്റ്റ് കോൾ അവനായിരിക്കും, മിന്നി. അതെ ലാസ്റ്റ് കോൾ മിന്നി ബോട്ട് ടീമില്. ലേറ്റ് നൈറ്റ് വാലറന്റ് ലൈവ് വിത്ത് യുവർ മെൻ അറ്റ് ആർംസ്. വാലറന്റ് കമ്മ്യൂണിറ്റി ഇന്ന് ഡേ 1 ആണ്. നമ്മൾ ഒരുമിച്ച് ബിൽഡ് ചെയ്യും. വാലറന്റ് കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞ ബിൽഡ് ചെയ്തത് അവൻ കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. വാച്ച് പാർട്ടി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് ആ ഗെയിം പഠിപ്പിച്ചു കൊടുത്തതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്ന് പറഞ്ഞത്. അല്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്. ഞാൻ യൂട്യൂബില് പണ്ട് മെന്നിക്ക് 10 വാച്ചിങ്ങോ 5 വാച്ചിങ്ങോ ഉള്ള സമയത്ത് ഞാൻ മെന്നിക്ക് യൂട്യൂബിൽ ഞാൻ ചെയ്തു കൊടുത്ത കാര്യം പറയാമല്ലോ കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ വരുവാണ്. ആ സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ അണ്ടർ റേറ്റഡ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് കൊടുത്ത എക്സ്പോഷർ ഉണ്ടല്ലോ, അത് 3 ഇരട്ടിയാക്കി. അന്ന് അവന് ചിലപ്പം ഞാൻ ആ ഒരു ഇത് കൊടുത്തപ്പോൾ അത് 100 വാച്ചിങ് ആയിട്ടുണ്ടാവും. അത് ആ 15 എന്നുള്ളത്. ആ 100നെ ഇന്ന് 1000 ആക്കിയത് മെന്നി മാത്രമാണ്. അതിനകത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് സത്യം പറയാലോ, അത് അവനാണ് ചെയ്തത്. അത് എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ തോന്നിയിട്ടുള്ളൂ.
കൊടുത്ത എക്സ്പോഷർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഓഡിയൻസ് ബേസ് ഉണ്ടാക്കി ഗ്രോ അപ്പ് ആയ ആൾക്കാർ വളരെ കുറവാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്, സത്യം പറഞ്ഞു. അതിൽ വൺ ഓഫ് ദ എക്സാമ്പിൾ മെന്നിയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഈഗിൾ ബ്രോ ഇതൊന്ന് നോക്കുവോ? ഇവൻ ഐ സ്പെഷ്യലിസ്റ്റ് കേട്ടോ. ഇവ ഇന്നലെ വിഷയം ഇവൻ ഐ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടാ. ഇതെന്ത് ഞാൻ ഇങ്ങനത്തെ റീൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യണം കേട്ടാ. അണ്ണാ ഇന്നലെ ചോദിച്ചില്ലേ ഈ VR ഗെയിം നെയിം ഡ്രങ്കൻ ബാർ ഫൈറ്റ് സ്റ്റീമിലുണ്ടോ നോക്കട്ടെ. ബ്രോ സുണ്ടിന്റെ ഒരു അഴുക്ക ചിരിയുണ്ട്. അത് ഭയങ്കര ഫാൻസ് ആട്ടോ ഇവിടെ. പിന്നെ സുണ്ടിന് ഇപ്പൊ വെളിയെന്ന് ഇറങ്ങാൻ പറ്റില്ല. ഡ്രങ്കൻ ഫൈറ്റ് സിമുലേറ്റർ ഇത് VR അല്ലടാ, ഇത് നോർമലാ. ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലടാ ഇല്ല ഡ്രങ്കൻ ഫൈറ്റ് സിമുലേറ്റർ. ഇതെന്തോ കൂട്ടടിയാണ് സംഭവം. മാറുള്ള കൂട്ടാടി. ഇത് കളിച്ചു ആഡ് ടു കാർട്ട് കിടക്കട്ടെ. ബാറിലെ കൂട്ടാടിയാണ് ഗെയിം കേട്ടാ. സത്യം. ഡ്രങ്കൻ ബാർ ഫൈറ്റ് ആണോ? ഇതല്ല, ഡ്രങ്കൻ ബാർ ഫൈറ്റ് എന്നാണോ? ഡ്രങ്കൻ ബാർ ഫൈറ്റ് ആണ് സംഭവം. ഡ്രങ്കൻ ഫൈറ്റ് സിമുലേറ്റർ ആണ്. ഡ്രങ്കൻ ബാർ ഫൈറ്റ് അങ്ങനത്തെ ഗെയിം ഇല്ലെന്നാണ്. അങ്ങനെ ഒരു ഗെയിം ഇല്ലടാ സ്റ്റീമില്. ഇതാണ് ഗെയിം, ഇത് തന്നെ ഗെയിം. ഡ്രങ്കൻ ഡാഡ് സിമുലേറ്റർ ഫൈറ്റ് സിമുലേറ്റർ ഒക്കെ ഉണ്ട്. ഡാഡ് എന്താ അച്ഛനെ തല്ലടാ? തന്റെ തല്ലി വിളിക്കുന്ന നാട്ടുകാര്. ഡ്രങ്കൻ ബാർ ഫൈറ്റ് ഇതാണോ? വീഡിയോ നോക്കാം. ഇത് VR ആണോ? VR ആണ്. അവിടെ എഴുതിയിട്ടുണ്ട് VR. അതെ 439 പേര് കേട്ടോ ആഡ് ടു കാർട്ട്. വീഡിയോ നോക്കാം. വീഡിയോ ജസ്റ്റ് നോക്കി നോക്കട്ടെ. ഓ അണ്ണാ കിട്ടി. തിരിഞ്ഞ് എയർപോർട്ടിലെ കയറി പോകാൻ കേട്ടാ. ആ ഗെയിമിനകത്താ. ഇത് വിഷയമായിരിക്കും കേട്ടാ. കളിച്ചാലോ ഇത് കണ്ണാപ്പ് ചെയ്ത് ഫ്ലൈറ്റിലിരുന്ന് കല്യാണത്തിന് കൂട്ടുകാരി കൂട്ടടിയാണ്. ഷോപ്പിംഗ് മാളിലെ കൂട്ടടി. TV ഒക്കെ എടുത്തിറങ്ങണം. ഇത് കളിക്കാം വിശ്വാസം. ഡ്രങ്കൻ ബാർ ഫൈറ്റ്. അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം. POV It's you and me against the world. 暴龙击落在 A 区。小于30米，可以发现。行吧。മനസ്സിലായോ? തെറ്റ് മനസ്സിലായോ? ഇത് കഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവർക്കും. ഇത് കഷ്ടമാണെന്നാ തോന്നുന്നത് എനിക്ക് കണ്ടിട്ട്. നൈസായിട്ട് കഷ്ടമാണ്. ദാറ്റ് ഓൾഡ് ഡേയ്സ്.
വായിന്നൊക്കെ വെള്ളം പറഞ്ഞ എനിക്ക് വായിന്ന് വെള്ളം പറഞ്ഞിട്ട് സത്യമുള്ള പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന എനിക്ക് അയ്യോ എനിക്ക് സത്യം പറയാലോ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും എനിക്ക് അതിനകത്ത് ആ വെള്ളം ഉണ്ടല്ലോ അതാണ് എനിക്ക് ഇഷ്ടം. അത് ചുമ്മാ ചോറിനകത്ത് പക്ഷെ പിറ്റേ ദിവസമാണ് സീന്. ഇല്ലടാ അങ്ങനല്ല, മറ്റേ ഇവിടെ മറ്റേ ഇത് കിട്ടും, എന്താ ഈ കാന്താരി മുളക് ഉപ്പിലിട്ട് അത് കിട്ടും. ആ വെള്ളത്തിന് ഭയങ്കര രുചിയാ. ഞാൻ ചോറിനൊഴിച്ച ചുമ്മാ തിന്നാ. അയ്യോ സത്യം 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 എന്റെ അമ്മോ. അന്ന് അവിടെ ചോറ് വെക്കണ്ട? ഇല്ല, ഞാൻ എന്റെ ഇപ്പൊ ഡയറ്റില് റൈസ് ഇല്ലടാ. എനിക്ക് റൈസ് നമ്മുടെ റൈസ് പറ്റില്ല, ഫ്രൈഡ് റൈസ് മാത്രം. അത് 100 ഗ്രാം. ഫ്രൈഡ് റൈസോ? 100 ഗ്രാം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് 100 ഗ്രാം. എടാ ഇത് വിഷയം, ഇത് കണ്ടല്ലോ നൈസാണ്. വിഷയം ഡ്രോയിങ് ആണ് കേട്ടോ. ഇതെനിക്ക് എങ്ങനെങ്കിലും ഒന്ന് എത്തിച്ചു തരണേ. എനിക്കൊന്ന് ഫ്രെയിം ഒന്നും ചെയ്യണ്ട, എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് വീട്ടിലെത്തിച്ചു തന്നാ മതി കേട്ടാ. വീട്ടിൽ എത്തിക്കാണോ? അത് വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ അവള്? ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ? വീട്ടിൽ ഉണ്ട്. ഡിസ്കോഡിൽ ഇല്ല, ചാറ്റിൽ കാണുന്നു. ചാറ്റിലുണ്ടോ? ആ ഉണ്ട്. എങ്ങനെ ഉണ്ടെണ്ണ? എന്റെ ഫ്രണ്ടാണ്, അവന്റെ ഐഡി ഹാൻഡിൽ ബ്രൈറ്റ് മെസ്സേജ് കൊള്ളാം. നൈസ് കൊള്ളാം. നൈസ്. മെന്നിയുടെ കുറച്ചധികം ക്ലിപ്പ് ഇറങ്ങുന്നുണ്ട് കേട്ടാ. ഇത് Joke's over! You're dead! See, I don't use knife, bro. I opt. I'm good with it. ഒരു ക്ലച്ചൊക്കെ എടുത്തു കഴിയുമ്പോ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്, അത് മസ്റ്റ് ആണ് കേട്ടാ. ഡയലോഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട്. കണ്ണമ്മോന്റെ സമയം. സിറ്റിയിൽ ആളില്ല. സിറ്റി എടുത്ത് വിളിച്ചിട്ട് ആളുകാരുടെ അടുത്ത് കയറി വരാൻ പറ. ഞാൻ കൊറേ പറഞ്ഞു, എനിക്ക് വയ്യ. അയ്യോ തീ പിടിച്ചയ്യോ. കടലിറങ്ങി. അയ്യോ എന്തൊരു സമയല്ലേ. അവിടെ നൈസായിട്ട് മറ്റേ അവൻ ചത്ത് വീഴുമ്പോഴത്തേനും മെസ്സറക്കാന്നൊക്കെ ഉള്ള രീതിയിൽ പോയിരുന്നാണ് കേട്ടാ. കൂവാന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. കൂവാനും മറ്റേ ശബ്ദം നിക്കാൻ വേണ്ടി. പക്ഷെ അളിയനെ കത്തി തീ പിടിച്ചു പോയി കേട്ടാ. കുറച്ച് കപ്പയും ബീഫ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം അളിയ. നമ്മൾ ഡയറ്റ് എടുത്ത് തുടങ്ങുമ്പം 10 വർഷം മുമ്പ്, അതായത് ലാസ്റ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്തതാവും 10 വർഷം മുമ്പായിരിക്കും. ഡയറ്റ് എടുത്ത് തുടങ്ങുന്നതിന് അളിയ വാ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ ഒരു കുണ്ണ വരും. അത് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. എപ്പോഴും അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും പിഴച്ച റീൽസ് എനിക്ക് അയച്ചു തരും. എനിക്ക് അന്നേരം കൊതി തോന്നിയിട്ട് ഞാനിത് പോയി തിന്നുകയും ചെയ്യും. അതാണ് പ്രശ്നം.
ഒരു സംശയമില്ല ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമാണ്, സത്യം പറയാലോ. ശല്യമാണ്. അത് പറയാൻ പറ്റത്തില്ല. ഗ്യാങ്ങും സിവിലിയൻസും എല്ലാരും ഉണ്ടാവും. കുഴപ്പമില്ല മാഡം, ആര് വന്നാലും മാഡത്തിന് കവർ ഞാൻ നോളാം മാഡം, ഒരു പ്രശ്നമില്ല മാഡം. ഞാൻ പുതിയതാണ്, ബാലകല്യാണി മാഡം. ഓക്കെ സാർ, ഓക്കെ സാർ. കാണുന്നു സാർ അവിടെ. അത്രേ ഉള്ളൂ. ഇവന്മാരെ പൂശിയല്ലോ സാറേ, ഇറങ്ങട്ടെ സാറേ, പറയണ്ടേ സാറേ? ടു ഡൗൺ മാഡം, ടു ഡൗൺ. ചുമ്മാ മാഡം ഇംപ്രസ് ആവട്ടെ. ആ ഇല്ല നമ്മള് പേടിയാണ്. സാറേ റിഫ്രഷിന് എന്താ സാറേ? അയ്യോ സാറേ ഞാൻ വീണുപോയി F3 അടിച്ചപ്പം. സാറേ 1 pound സാറേ. ഒരു ഫിക്ക് എടുത്ത് കേട്ടോ, എന്നിട്ടും ഒരു ഫിക്ക് എടുത്തവിടെ 3DR. വെളിയിലോട്ട് വെള്ളേക്ക് പുട്ടി പോലത്തെ എന്തൊക്കെ എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യണേ? മനുഷ്യരാണെന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കാശ് കൊടുത്ത് മേടിച്ച്. നാനോ ലീഫ് നാട്ടിലത്തെ ഒരു 10-20 രൂപ വരും. ബാക്കിൽ കത്തിക്കുന്ന പിങ്ക് കളർ ലൈറ്റിനുണ്ട്. കണ്ണാപ്പിയുടെ സെയിം മൈക്കാണല്ലേ അണ്ണന്റെ? കണ്ണാപ്പിയുടെ സെയിം മൈക്കാണല്ലേ? ഇത് എന്റെ മൈക്കാണടാ ഇത്. കണ്ണാപ്പി പറഞ്ഞേക്കണ അവനാണ് ലിങ്ക് അയച്ചത് വാങ്ങിക്കാനൊക്കെ. എടാ ഈ കെട്ടി തൂക്കി ഇവിടെ കിടന്ന് ഈ ആടുന്ന മൈക്കിനുണ്ട് 1,00,000 രൂപ. നീ എന്തോ ഈ പറയടാ? എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇവൻ ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് ആ പെർഫെക്ഷൻ കണ്ടോ? ഇത് അവൻ അവിടെ തന്നെ. എന്നിട്ട് ഞാൻ എടുക്കാൻ പോയില്ലേ, അപ്പൊ എടുത്താണ്. എടാ ഞാനൊരു കാര്യം പറ്റേ, ഇവന്റെ ഫ്രണ്ടിൽ ഒരു കളറിലെ RGB ലൈറ്റ് ഉണ്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണോ അതനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് അടിപ്പിക്കും. നീലയാണെങ്കിൽ നീല, RGB. കണ്ണാപ്പി ഇത് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് ആണോ ബ്രോ? കുറച്ച് കാശൊക്കെ ബ്രോ, നമ്മളൊരു സ്ട്രീമിങ് ഇറങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം ബ്രോ. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ മുഖത്തൊരു ഭാവവ്യത്യാസം ഇല്ലാതെ മറ്റേ മുൻതരം പറയണ ഒരുത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടെ കണ്ടോ. അവന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടോ നോക്കണേ. കുറച്ച് സംസാരിക്കാം, സീനൊന്നുമില്ല, കുറച്ച് സംസാരിക്കാം. കണ്ണാപ്പി ഇത് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് ആണോ ബ്രോ? കുറച്ച് കാശൊക്കെ ബ്രോ, നമ്മളൊരു സ്ട്രീമിങ് ഇറങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം ബ്രോ. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ലൈറ്റിങ്ങിനൊക്കെ വിലയുണ്ട് ഗൈസ്, മനസ്സിലായ? ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഗോഡോക്സിന്റെ മറ്റേ കണ്ടിന്യൂസ് ലൈറ്റ്, മറ്റേ വെച്ചിട്ടുണ്ട്, 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്ട്രീമിംഗ് അല്ല എന്ത് കാര്യം ചെയ്താലും ആദ്യം നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓ അല്ലാതെ ഇപ്പം ഇത് വാസോണിന്റെ സെറ്റപ്പ് അല്ലേ? എടാ പാർവതി രാജേഷ് കുട്ടിയെ പോലെ 5 പേര് ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞ കുട്ടി വിശ്വസിക്കുമോ? എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഈ ലോകത്തിൽ എനിക്ക് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ വരാനുള്ള കാരണം ഇവനെ പോലത്തുള്ള ആൾക്കാരാ. ഇവിടെ ഒരു കൂസലോ ഒരു ഇതും ഇല്ലാതെ കള്ളത്തരം പറയണ കള്ളനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇവനൊക്കെ മുന്നിൽ നിന്ന് ഇവനൊക്കെയാണ് നമ്മൾ ഇതൊക്കെ കാണത്തില്ലേ, മറ്റേ ബാങ്കില് 500 കോടി തട്ടിച്ചു പട്ടി. ഇവനെ പോലുള്ള ആൾക്കാരായിരിക്കും അതൊക്കെ ചെയ്യണേ. ഇവനെ പോലെ അവന്റെ മുഖത്തൊരു ചിരിയെങ്കിലും വന്നോ നോക്കൂ, ഒരു ചിരിയെങ്കിലും. കള്ളൻ, കൺവിൻസിങ് കുണ്ണ. ലംബോർഗിനി റിവോൾട്ടോ എനിക്ക് ഇതിനകത്ത് H2R എന്തൊരു എടുപ്പാ നോക്കല്ലേ ആ വണ്ടിക്ക് കൂട്ടത്തില്. അത് പിന്നെയെന്തോ നീകളെന്തോ 6 വയസ്സുണ്ടോ? 6 വയസ്സ് ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ജനിച്ചു വീണുള്ള ഇവൻ. വാട്ട് ദ ഫക്ക്? അതന്നെ ഇവന്റെ അച്ഛൻ വയസ്സറാണെന്നാ. എടാ ജീവിതത്തിൽ ആദ്യമായിട്ട്
ഒരു സൂപ്പർ കാർ ഞാൻ ഓടിക്കണത് എൻ്റെ 26ാമത്തെ 27ാമത്തെ വയസ്സിലാ. കഴിഞ്ഞ മാസം. അതെ, കഴിഞ്ഞ മാസം. ഇവന്റെ അച്ഛൻ ഡ്രിഫ്റ്റ് പ്ലസ് റേസർ. ഇവന്റെ അച്ഛൻ റൈസർ ആണെന്നാ. റൈസറാണ് ഈ കൊച്ചിന്റെ അച്ഛൻ. ഞാൻ കാർ ഓട്ടിച്ചതേ 12th. അതും 2 മാമേറെ ഇടിച്ചു കൊന്നിട്ട്. മാരുതി 800 ഏതൊക്കെ എൻഡിലൊക്കെ ഇടിച്ചിറക്കി. 17 വയസ്സ് കാർ ഓടിക്കാൻ അറിയില്ല. നല്ല കാര്യമാണ്, നല്ല കാര്യം, വളരെ എടാ. ജീവിതത്തിലെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 2 കാര്യമാണ് ഡ്രൈവിങ്ങും സ്വിമ്മിങ്ങും. എടാ, വീട്ടിൽ ഒരാൾക്ക് വയ്യാന്നെങ്കിലും പോലും ഡ്രൈവിംഗ് അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ മൂഞ്ചി. ഞാൻ ഇപ്പോഴേ പറയുകയാണെ ഗൈസ്, ഞാനത് നിങ്ങളുടെ തമാശയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഞാൻ നിങ്ങളെ കളിയാക്കുന്നതായിട്ട് വിചാരിക്കരുത്. ഡ്രൈവിംഗ് ജസ്റ്റ് ബേസിക് പഠിച്ചിരിക്കണം ഗൈസ്. ഞാൻ ഇപ്പോഴേ പറയാം, ലൈസൻസ് എടുത്ത് നിങ്ങൾ ലൈസൻസ് ആയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണം. വീട്ടിലൊരാൾക്കൊരു വയ്യാഴിക വന്നാൽ പോലും നമുക്ക് കൊണ്ടുപോകാൻ ഒരാൾ വന്ന് കൊണ്ടുവരുന്നതിനുള്ള ലേറ്റ് വരാൻ പാടില്ല. നമുക്ക് ഒരിടത്തുനിന്ന് സർവേ ആവാനും രക്ഷപ്പെടാനും എല്ലാം അത് വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, ഡ്രൈവിംഗ് പഠിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്, മടി ഇതാക്കരുത്. നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അത് പഠിച്ച് ലൈസൻസ് എടുക്കണം, മസ്റ്റാണ്. കാർ ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും നിങ്ങൾ ലൈസൻസ് എടുത്ത് വെക്കണം. സ്വന്തമായിട്ട് വണ്ടി ഇല്ലേ പോലും ലൈസൻസ് എടുത്ത് വെക്കണം. നാളെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഓടിക്കാമല്ലോ. വണ്ടി ഓടിക്കാൻ അറിയാവുന്നുള്ള ഒരു ഇത് വരുമല്ലോ. അത് മാത്രം മതി. ദാറ്റ് ലെഗ് ഡേ. ഒരുത്തൻ ജിമ്മിലൊക്കെ പോയി മുട്ട പുഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, എണ്ണീരിടാ അങ്ങോട്ട്. സൂചി കൊണ്ട പോലെ. അയ്യോ, സത്യമാണത്. അവൻ എന്തോ എടുക്കും, അവനെ കാണുന്നില്ലല്ലോ. ഇത് ജിമ്മിൽ തന്നെ പോയതാണോ? പൊത്തി വേറെ തന്നെ വീസറച്ചില്ല 2 മാസത്തെ. ജിമ്മിൽ തന്നെ വേറെ രണ്ട് മാസം വീസറച്ചില്ല. കാവടി തുള്ളി പോയാ കവളം മടല് വീണ അവസ്ഥയായി. ഒന്നിച്ചൊന്നും ചെയ്തോ? താഴെ വീണ് കിടക്കുന്ന ഗ്ലാസ് ഇങ്ങ് എടുക്ക്. കുനിയാന്ന് പറയല്ലേ. കഷ്ടം, താഴെ വീണൊന്നും ഉടയാതെ നോക്കണേ. അല്ല, ഇനി എന്തോ ഉടയാൻ. എങ്ങനെ നടന്നീ ഒരു ചെറുക്കനാതെ. നീ ജിമ്മി പോകുന്ന വഴി വല്ലോടെ എത്തി നോക്കിയോ? ഇത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ കേട്ടാ. നീര് ലെഗ് ഡേ കുറിച്ച് അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല. കക്കൂസിന് ലോക്കായി പോയി. അച്ഛൻ വന്ന് കഥ കൊട്ടി പൊളിച്ചാൽ വിളിയെടുത്ത. എടാ, ലെഗ് ഒന്ന്. അതുപോലെ ഈ ആപ്സിന്റെ ഡേ കഴിഞ്ഞോണ്ടല്ലോ, ഒരു ചുമക്കാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല. എന്റെ അമ്മോ, അതൊരു വല്ലാത്ത അവസ്ഥയത്. പറഞ്ഞ മനസ്സിലാവില്ല. Scenes where the music speak louder than words. Prime time Gopi Sundar. വൈദീനല്ലേ? ഈയോ, എന്താടാ ഇത്? നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നും നനയാൻ തോന്നി. കുറച്ചുകാലം ആയല്ലോ ഇതിനകത്തേക്കൊക്കെ ഒന്ന് വന്നിട്ട്. എന്തേ വെറുതെ? പൃഥ്വിനെ കാണാൻ എന്ത് രസമാണോ അല്ലേ? എന്ന് നിന്റെ മാത്രം കാഞ്ചന. അണ്ണ മരണമാസ്. കല്ല് സരസ്വതിയാണ്, ബ്രാൻഡ് ഭഗവാനാണ്, ചാരായ ഈശ്വരനാണ്, അശ്വനാണ് നാടൻ,
ഇപ്പൊ കണ്ടോ കണ്ണുകൂട്ടും നടക്കുള്ള ജയിക്കുള്ളൂ ഇതാണ് മംഗലശ്ശേരി നോക്കിയോ എന്റെ ആളിയാ ഗോളല്ലേ ആ പ്രായത്തിൽ അങ്ങേറെ ഫിസിക്കൽ അപ്പന്റെ കയ്യിൽ നിന്നൊക്കെ ഒരു അടി കിട്ടിയാലേ 7 ദിവസം ഇറങ്ങൂല ആസ്ത്രീന്ന്. ഈ ട്രാൻസിഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഇതാണ് മംഗലശ്ശേരി നോക്ക് വിഷയുടെ വിഷയം ഇതൊക്കെയാണ് മംഗലശ്ശേരി നീലണ്ട ആ ഡയലോഗ് കൂടെ വിഷയം അണ്ണ ഓർത്ത് വെക്കാണ് അപ്പന്റെ എന്തൊക്കെ അടി കിട്ടിയുള്ള അവസ്ഥ. സത്യമില്ലേ എടാ. ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ വേറൊരു കാര്യം പറയാം ബോബേ. കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും ഉള്ളൊരു ഇതുണ്ട്. അതായത് ഈ സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്. ഈ സ്കിന്നി ആയിട്ടുള്ളവന്മാരുടെ ഒരു കീറി നല്ല വേദന എടുക്കും. മേലും നല്ല രീതിയിൽ ഈ സ്കിന്നി ആയിട്ടുള്ള ആൾക്കാരുടെ അടി മേടിക്കണതാണ് ഏറ്റവും കിടിലോ അടി കിട്ടിയവർക്കറിയാം. വാക്കില്ലാതെ കിട്ടും. സത്യം പറയാലോ നല്ല പോലെ കിട്ടും. അതൊരു പ്രത്യേക ഒരു ഇതാണത്. ഇവിടെ നോ ഗെയിം ഉണ്ട് ബ്രോ. ഇപ്പൊ തുടങ്ങും. നമ്മൾ ഇന്ന് ഗെയിം കളിക്കാൻ പോവാണ്. അണ്ണാ ഈ പുള്ളിനെ ഒന്ന് കൊണ്ടുവരാം. എവിടെയായിരുന്നു ഇത്ര നാള്? വാസുണ്ണൻ അറിഞ്ഞോന്ന് അറിയത്തില്ല. സിറ്റിയില് ഒരാള് വരുമെന്നൊരു ന്യൂസ് വാസുണ്ണൻ അറിഞ്ഞാണോ? അതേപോലെ ഞാൻ പറഞ്ഞു വാസുണ്ണൻ പണ്ട് ഞാൻ ഈ ടി വിയെ കയറുന്നതിന് മുമ്പായിട്ട് പുള്ളിയുടെ കൂടെ ആയിരുന്നു നടന്നത്. എടാ എനിക്ക് അറിഞ്ഞൂടാ ഈ ക്യാരക്ടറിന് എങ്ങനെയാണ് ഇത്ര ഫാൻ ബേസ് വന്നതെന്ന്. ഒരുപാട് പേര് മെസ്സേജ് കയറുണ്ട്. എനിക്ക് ഒരുപാട് എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു ദിവസം ചുമ്മാ ചെയ്തതായത്. ചുമ്മാ നമ്മള് കുറച്ച് കാണരുത് വാസു. 10-20 പേരുടെ ഇടയ്ക്കുന്നാണ് നമ്മളെ കൊണ്ടുപോയതല്ലേ. നമ്മളിങ്ങനെ കൊച്ചിയിൽ നടന്നു പോരല്ലേ. ആ വണ്ടി എത്തുന്നതിന് മുമ്പ് ആ പോസ്റ്റിന്റെ അവിടെ എത്തിയ ഞാൻ എക്സാമിന് ജയിച്ചു. ഞാൻ അവിടെ കറക്റ്റായിട്ട് എത്തും. പക്ഷെ എക്സാമിന് വിട്ടു. സത്യം എനിക്ക് മനസ്സിലാവും. ഈ വണ്ടി പമ്പ് വരെ എത്തിയ വിമലം വരത്തില്ല. മനസ്സിലായോ? പമ്പ് വരെ എത്തിയില്ലെങ്കിൽ വിമലം വരും. ചരിത്രം മാറും. ചിലർ വരുമ്പോൾ എന്നല്ലേ. അയ്യോ വിമലം വരും. People say a single word can't give you goosebumps. A single word can't give you goosebumps. Meanwhile the word Bankai. വേണ്ട ഞാൻ ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞ എനിക്ക് കുറച്ച് ആനിമി ഫാൻസ് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിന്ന്. അവർ പറയണതിലൊരു ന്യായമുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് ഒരു ഡൈഹാഡ് ആനിമി ഫാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ ബ്രോയുടെ അടുത്ത് ഒരു ഒറ്റ എക്സാമ്പിൾ ചോദിച്ചു. എൻ്റെ വാ അടപ്പിച്ച് കളഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ ബ്രോയുടെ അടുത്ത് ഒരു ഒറ്റ എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ബ്രോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ബ്രോയുടെ അടുത്ത് ഒരാൾ വന്ന് പറയുവാണ് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ 1x ഉണ്ണ ബെറ്റ് അണ്ടി ബെറ്റ് എന്നൊക്കെ പറഞ്ഞ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഗെയിമാന്ന് പറഞ്ഞാൽ ബ്രോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല, പറ്റത്തില്ല. അപ്പം പുള്ളി പറഞ്ഞു ഈ സെയിം ഫീലിംഗ് ആണ് നമുക്ക് ആനിമി കാണുന്നവർക്ക് ആനിമിയെ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവണത്. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞ് ഇതാക്കരുതെന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ കുറച്ച് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കെന്ന് പറഞ്ഞ് എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചു തന്നു. അത് അക്സെപ്റ്റബിൾ ആണ് പറയാൻ എനിക്ക് മനസ്സിലാവും. അതെ ഒന്നും പറയാൻ പറ്റൂല. തിരിച്ച് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. എടാ കണ്ണാപ്പി ഒന്ന് വിളിക്കൂടാ.
വിഷയം 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 ആർട്ടിസ്റ്റ് ആൽബി അടിപൊളി അടിപൊളി. അണ്ണാ ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയ പാർട്ടാണ്. ഇത് കണ്ടിട്ട് അഭിപ്രായം പറയുമോ? സ്നേഹ കമ്മിങ് സൂൺ. കഥയും കൺസെപ്റ്റ് ഒന്നും അറിയാത്തതുകൊണ്ടൊന്നും വലുതായിട്ട് മനസ്സിലായില്ല ബ്രോ. ബട്ട് സ്റ്റിൽ ആസ് എ ബിഗിനർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കയറി വാ. നാളെ നീ ആയിരിക്കും, നിങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ബേസിൽ ജോസഫും അടുത്ത മറ്റേ എന്താ പറയാ പുതിയ പുതിയ അടുത്ത നന്നായിട്ട് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. ഡയറക്ടറുടെ പേര് എന്തിനാണ്? This intro plus music. ഈ ഒരു ഒറ്റ പടക്കാരന്റെ ജീവിതം പോയി. ഇത് ക്ലാസിക് ക്ലാസിക്. ഞാൻ പറ, ഈ ബിജിഎമ്മും ഈ ഇതിനകത്തെ പാട്ട്, ഇതിനകത്തെ സീൻസ് കുണ്ണത്തരം കാണിക്കാൻ മിണ്ടല്ലേ ചെയ്തു വെച്ചിട്ടും ഫുൾ സ്റ്റിൽ പുള്ളിയെ കളിയാക്കും. കോപ്പി സുന്ദർ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അങ്ങനെയാണ് വരുന്ന സമയത്ത് എൻജോയ് ചെയ്ത് എല്ലാം നന്നായിട്ട് പുകഴ്ത്തിയിട്ട് അവർക്ക് ഒരു ഡൗൺ ടൈമോ അല്ലെങ്കിൽ ഒരു മോശം പടമോ വന്നു കഴിഞ്ഞാൽ വെച്ചങ്ങ് പണി കൊടുക്കും. ഇതേതാ പടം? അങ്ങനെയാണല്ലോ അവര് നമ്മളെ പൊക്കുകയും ചെയ്യും. അതുപോലെ തന്നെ